2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ഗ്ലാമർ മുഖങ്ങളിൽ ഒരാളുമായ രാഹുൽ ഗാന്ധി കേരളത്തിൽ ആകമാനം പര്യടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 140 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാത്രയുമായി അദ്ദേഹം കടന്നുവരുന്നു. സ്വാഭാവികമായും ഈ യാത്ര രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ ഒറ്റയ്ക്കായിരിക്കില്ല. വയനാട് എംപിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മാതാവും ആയ സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ സച്ചിൻ പൈലറ്റിനെ പോലെ, DK ശിവകുമാറിനെ, സിദ്ധരാമയ്യ, അതോടൊപ്പം തന്നെ രേവന്ത് റെഡ്ഡി, പവൻ ഖേര, മനീഷ് തിവാരി തുടങ്ങി കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ പ്രചരണത്തിനെത്തുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഈ യാത്രയുടെ മറ്റു വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ യാത്ര നടക്കുക എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. കാസർഗോഡ് തലപ്പാടിയിൽ നിന്നും ആരംഭിച്ച് പാറശാലയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലായിരിക്കും യാത്രയുടെ ക്രമീകരണം. എല്ലാ മണ്ഡലത്തിലൂടെയും യാത്ര കടന്നുപോയി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ച 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി UDF-നെ അധികാരത്തിലേറ്റുക, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ അധികാരത്തിലേറ്റുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് ജനവിധി തേടി ലോക്സഭാംഗമായ രാഹുൽ ഗാന്ധിക്ക് കേരളവുമായി അനിഷേധ്യമായ അതിവൈകാരികമായ ബന്ധമാണുള്ളത്. രാഹുലിന് ശേഷം 2024 പ്രിയങ്ക ഗാന്ധിക്കും വയനാട് ലോക്സഭാ മണ്ഡലം ആതിഥ്യമരുളുകയും പ്രിയങ്ക ഗാന്ധിയെ നെഞ്ചോട് ചേർത്ത വയനാട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം അമ്മ സോണിയ കൂടി വയനാട് മണ്ഡലത്തിൽ എത്തിയതോടുകൂടി വയനാടിനെയും കേരളത്തിനെയും കൈവിടാൻ നെഹ്റു കുടുംബം ഒരുക്കമല്ല എന്ന സന്ദേശമാണ് അവർ നൽകിയത്. കേരളത്തിലെ രുചികൾ ആസ്വദിച്ചും വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചും വയനാട്ടിലെ ആളുകൾക്കൊപ്പം ഇരുന്ന് അവരുടെ പ്രയാസങ്ങൾ കേട്ടും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുകൊണ്ടുമാണ് സോണിയയും രാഹുലും പ്രിയങ്കയും എല്ലാം വയനാട്ടുകാരിൽ ഒരാളായി അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ വയനാട്ടിൽ സമയം ചെലവഴിച്ചത്. CPM-ന്റെ നെഞ്ചകത്ത് തീക്കോരിയിട്ടുകൊണ്ടാണ് യാത്രയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. CPM-ഉം BJP-യും ഏതു തരം അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളമോതുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ കൂടി പര്യടനത്തിനിറങ്ങിയാൽ രാഹുലിനൊപ്പം പ്രിയങ്കയും സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും പ്രചരണ രംഗത്തേക്ക് കടന്നു വന്നാൽ വൈറ്റ് വാഷ് ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുക എന്നൊരു പേടി ഇപ്പോൾ തന്നെ CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ CPM വലിയ അങ്കലാപ്പിലാണ്. കോൺഗ്രസ് അവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്ത് ഈ ദുർഭരണത്തെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള അടുക്കും ചിട്ടയുമായുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ എല്ലാ മിഷനറികളും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുന്ന തരത്തിൽ, കോൺഗ്രസ് ക്യാമ്പിന് കൂടുതൽ ഉണർവ് നൽകുന്ന തരത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പദയാത്ര. ബീഹാർ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ പദയാത്ര ബീഹാറിൽ വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം അഭിപ്രായപ്പെടുന്നത്. സമാനമായ തരത്തിൽ കേരളത്തിന്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളിലൂടെയും രാഹുൽ ഗാന്ധി തന്റെ യാത്രയുമായി കടന്നു ചെല്ലുമ്പോൾ അത് CPM-ന്റെ വോട്ട് ബാങ്കിലും BJP-യുടെ വോട്ട് ബാങ്കിലും വിള്ളൽ സൃഷ്ടിക്കുമെന്നും കോൺഗ്രസിന് കൂടുതൽ കരുത്താർജിച്ച കോൺഗ്രസിന്റെ നിയമസഭയിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരാനുള്ള പച്ചപ്പരവതാനി ഒരുക്കുന്നതായിരിക്കും ആ തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള യാത്ര എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കേരളത്തിൽ വലിയ തരംഗമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. അതിന്റെ അലയൊലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ അത് മനസ്സിലാകും. സമാനമായ തരത്തിലായിരിക്കും രാഹുൽ കേരളത്തിലെത്തുമ്പോൾ, കേരളത്തിൽ യാത്ര നടത്തുമ്പോൾ കേരളത്തിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റം. എന്തായാലും രാഹുലിന്റെ യാത്ര വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ പ്രവർത്തകർ കൈമെയ് മറന്ന രാഹുലിന്റെ യാത്രയെ ഏറ്റെടുക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ് ഇപ്പോഴുള്ളത്.